മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിൽ ഇന്ന് ആദ്യ കുടുംബം താമസം തുടങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ വീട് ലഭിച്ച വിജയനും കുടുംബവുമാണ് പാലുകാച്ചലിന് ശേഷം ഇന്ന് ഗൃഹപ്രവേശനത്തിലേക്ക് കടക്കുന്നത്. ടൗൺഷിപ്പിൽ താമസം തുടങ്ങാനുള്ള തീരുമാനം മറ്റ് വീട്ടുടമകൾക്കും പ്രചോദനമാകട്ടെ എന്ന് വിജയൻ പറയുന്നു. അങ്ങനെ കൂടുതൽ കുടുംബങ്ങൾ ടൗൺഷിപ്പിലേക്ക് എത്തട്ടെ, അതങ്ങനെ ആ വാക്കുപോലെ ഒരു ടൗൺഷിപ്പായി അവരുടെ ഗ്രാമം വീണ്ടെടുക്കട്ടെ. വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ സർക്കാർ ടൗൺഷിപ്പിൽ ദുരന്തബാധിതർ താമസം തുടങ്ങുകയാണ്. അന്തിമ പരിശോധനയ്ക്ക് ശേഷം അധികൃതർ കൈമാറിയ 1-ാം സോണിലെ ഡി ക്ലസ്റ്ററിലെ 78-ാം നമ്പർ വീട്ടിലേക്കാണ് ദുരന്തബാധിതനായ വിജയനും കുടുംബവും താമസം ആരംഭിക്കുന്നത്. സർക്കാർ ടൗൺഷിപ്പിലെ പട്ടയം കൈമാറിയ ആദ്യഘട്ടത്തിലെ 178 വീടുകളിൽ ഭൂരിഭാഗം വീടുകളും സാങ്കേതികമായി അധികൃതർ കൈമാറിയിരുന്നു. ആദ്യഘട്ടത്തിലെ 178 കുടുംബങ്ങളും ഒരുമിച്ച് താമസം ആരംഭിക്കുമെന്നായിരുന്നു ഫേസ് 1 കൂട്ടായ്മ പറഞ്ഞിരുന്നത്. എന്നാൽ താനൊരു കൂട്ടായ്മയുടെയും ഭാഗമല്ലെന്നും തന്റെ തീരുമാനം എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്നും വീട്ടുടമയായ വിജയൻ പറഞ്ഞു. കൂട്ടായ്മകൾ പലതുണ്ട്. അപ്പോൾ കൂട്ടായ്മകൾ പലതും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കൂട്ടായ്മയിലും ഇല്ല. അതിന് കാരണം പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലും കുറ്റപ്പെടുത്തലും ഒക്കെ ആയിട്ടാണ് പോകുന്നത് ഓരോ ഗ്രൂപ്പുകളും. അപ്പോൾ അതിൽ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു സെപ്പറേഷനായിട്ട് തന്നെയാണ് നിന്നത്. താമസത്തിനായി വീട്ടിലേക്ക് ഫർണിച്ചറുകൾ അടക്കം എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് പാലുകാച്ചൽ കഴിയുന്നതോടുകൂടി ഗൃഹപ്രവേശനം പൂർത്തിയാകും. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.